ഇന്ന് എൻ്റെ ഒരു ഹെയർ കെയർ ഡേ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ സലൂണിലോട്ട് പോയി. ഞാൻ ഹെയർ സ്പായും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്പാ ചെയ്തത് നോർമൽ സ്പാ ആണ്. കാരണം എൻ്റെ ഹെയറിൽ അങ്ങനെ ഒരു ഡാൻഡ്രഫോ ഫ്രിസിനെസ്സോ അല്ലെങ്കിൽ സ്പ്ലിറ്റൻസോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നോർമൽ സ്പാ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ സ്പാ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളെ ഭയങ്കര റിലാക്സ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഹെയറിൽ സ്പാ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ ഹെൽത്തിന്, അതേപോലെ തന്നെ നമ്മുടെ മസിൽ പെയിന്, അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ മസിൽ പെയിൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാം നമ്മളെ ഹെയർ സ്പാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്ത സലൂണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർ നമ്മളെ മസാജ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് നല്ലൊരു കാമായിട്ടുള്ളൊരു സോങ് ഒക്കെ വെച്ച് തന്നിട്ടാണ് അവർ നമ്മളെ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് നമുക്ക് ഭയങ്കര നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഭയങ്കര എന്താ പറയുക, നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് ആക്ച്വലി സ്പാ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ദെൻ അതിനുശേഷം ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് സ്പാ ചെയ്തത്. ദെൻ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെയറും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് അങ്ങനെ അതോടുകൂടി ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഈ ഒരു ഹെയർ കെയർ ഡേ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതേപോലെ സ്പാ ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ചെയ്യുന്നു. കാരണം നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ നമ്മൾ സ്പാ ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് വളരെ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.